നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 7. അങ്ങനെ ഇന്നലെ രാത്രി നമ്മൾ ഒരുപോലെ കാത്തിരുന്ന ഇറാനും ഒമാനും തമ്മിലുള്ള ഹോർമോസുമായി ബന്ധപ്പെട്ടുള്ള ഡീലിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ പുറത്തു വന്നു. ഗ്ലോബൽ മാർക്കറ്റ് പ്രതീക്ഷിച്ച ഒരു കാര്യം സംഭവിച്ചില്ല. അതായത് ഇറാനും ഒമാനും തമ്മിൽ ഹോർമോസുമായി ബന്ധപ്പെട്ടുള്ള ഡീൽ പൂർത്തിയാക്കി എന്നുള്ള പ്രഖ്യാപനം ഇറാൻ ഒഫീഷ്യലി നടത്തിയെങ്കിൽ കൂടിയിട്ടും ഇറാന്റെ ശത്രു രാജ്യങ്ങളായ US-നോടും ഇസ്രായേലിനോടും ഹോർമോസിലൂടെയുള്ള സഞ്ചാരപഥത്തിൽ നിന്നും വിലക്കിക്കൊണ്ടുള്ള പ്രസ്താവനയാണ് അവർ പുറത്തിറക്കുകയും ചെയ്തത്. മാത്രമല്ല, തങ്ങൾക്ക് യുദ്ധം മൂലമുണ്ടായ നഷ്ടം പരിഹരിക്കുന്നതിനായിട്ടുള്ള കോമ്പൻസേഷൻ തരുന്നതുവരെ ഈ രണ്ടു രാജ്യങ്ങളുടെയും വാണിജ്യ കപ്പലുകൾക്ക് ഹോർമോസ് വഴി കടന്നു പോകണമെങ്കിൽ ഷിപ്പിലുള്ള കാർഗോസിന്റെ 20% താരിഫായിട്ട് നൽകേണ്ടി വരുമെന്നുള്ള പ്രസ്താവനയും ഇറാൻ നടത്തുകയും ചെയ്തു. ആയതിനാൽ തന്നെ എണ്ണയുടെ വിലയിൽ വീണ്ടും ശക്തമായ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നതും. എന്നാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഈ ഒരു പ്രസ്താവനയ്ക്ക് മറുപടിയൊന്നും ഇതുവരെ വന്നിട്ടുമില്ല. ആയതിനാൽ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് ആകമാനം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുമുള്ള മറുപടിക്കായിട്ടുള്ള കാത്തിരിപ്പിലുമാണ്. കൂടാതെ ഇറാന്റെ ഭാഗത്ത് നിന്നും US-ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തങ്ങളുടെ വൈദ്യുത നിലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുവാൻ US പ്രസിഡന്റ് ട്രംപ് ഉത്തരവിടുകയാണെങ്കിൽ US സഖ്യരാഷ്ട്രങ്ങളായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളുടെ ബ്ലാക്ക് ഔട്ട് ചെയ്യുമെന്നുള്ള ഭീഷണിയാണ് ഇറാൻ മുഴക്കിയിട്ടുള്ളതും. അതായത് എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളുടെയും വൈദ്യുതി നിലയങ്ങളെ അവർ തകർക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും തുടർന്ന് ഈ വീക്കെൻഡിലും നാളെയും മറ്റന്നാളുമായിട്ട് വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള ഡെവലപ്മെന്റ്സുകൾ നോക്കിക്കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ടൈറ്റാൻ കമ്പനി, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ഹിറ്റാച്ചി എനർജി, പവർ ഫൈനാൻസ് കോർപ്പറേഷൻ, ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ്, ഓയിൽ ഇന്ത്യ, NLC ഇന്ത്യ, കുപ്പിഡ്, കെയ്ൻസ് ടെക്നോളജി ഇന്ത്യ, രാംകോ സിമന്റ്സ്, ഓല ഇലക്ട്രിക് മൊബിലിറ്റി, പോളി മെഡിക്യൂർ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം ഇന്നലത്തെ പോലെ തന്നെ ഇന്നും നിഫ്റ്റിക്ക് അപ്പർ സൈഡിലേക്ക് 24,700, 24,800 എന്നീ ലെവലുകൾ അതിശക്തമായി മറികടന്നുകൊണ്ട് 24,800 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിന്നെങ്കിൽ മാത്രമേ മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. അതേസമയം 24,500 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട് ആണെങ്കിലും ചൊവ്വാഴ്ചത്തെ നിഫ്റ്റിയുടെ ഡേ ലോയായ 24,400 എന്ന ലെവൽ ക്രൂഷ്യലുമാണ്. ആയതിനാൽ ഡൗൺ സൈഡിലേക്ക് ഈ ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യാത്തോടത്തോളം തുടർച്ചയായി ഇന്നും കൺസോളിഡേഷനുള്ള സാധ്യതകളാണ് മാർക്കറ്റിൽ നിലനിൽക്കുന്നതും. എന്നാൽ 24,400 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ബിയേഴ്സ് അവരുടെ ഗ്രിപ്പ് ടൈറ്റൻ ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട്. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട ഇവന്റുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും US-ൽ നിന്നും വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഇന്ത്യൻ സമയം 6 മണിയോടുകൂടി ജൂലൈ മാസത്തെ നോൺ ഫാം പേറോൾസിന്റെയും അൺഎംപ്ലോയ്മെന്റ് റേറ്റിന്റെയും റിലീസുകൾ നടക്കാനിരിക്കുന്നു. ഇന്നലെ എണ്ണയുടെ വില സ്ഥിരത തുടർന്നതിനാലും മറ്റുള്ള കാരണങ്ങൾ മൂലവും ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ കനത്ത കൺസോളിഡേഷൻ ആണ് നടക്കുകയും ചെയ്തത്. എങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നേരിയ തുകയ്ക്കാണെങ്കിൽ കൂടിയിട്ടും തുടർച്ചയായി ഇത് രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത് 17.86 കോടി രൂപയ്ക്ക്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 4,013.60 കോടി രൂപയ്ക്ക് ബൈങ് തുടർന്നുകൊണ്ട് ഈ കലണ്ടർ മാസത്തിലെ ഏറ്റവും വലിയ സിംഗിൾ ഡേ ബൈ നടത്തുകയും ചെയ്തു. ADR സ്റ്റോക്സിലേക്ക് വന്നു കഴിയുമ്പോൾ ആക്സിസ് ബാങ്ക് ADR-ന് 0.25%, ICICI ബാങ്ക് ADR-ന് 0.25% നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ ഡോക്ടർ റെഡ്ഡീസിന് 0.5%, HDFC ബാങ്ക് ADR-ന് 0.5%-ലേറെയും നഷ്ടം നേരിടേണ്ടതായിട്ടും വന്നു. തുടർച്ചയായി ഇന്നലെ രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ IT സ്റ്റോക്കുകളായ ഇൻഫോസിസ്, വിപ്രോ ADR-കൾക്ക് നഷ്ടത്തോടുകൂടി തന്നെയാണ് ADR-ൽ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നത്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നലെ US മാർക്കറ്റിൽ ഇടിവ് വീണ്ടും തുടരേണ്ടതായിട്ട് വന്നു, നേരിയ തോതിലാണെങ്കിൽ കൂടിയിട്ടും. തൽഫലമായി S&P 500-ന് 0.18%-ന്റെയും നാസ്ഡാക്കിന് 0.06%, അതായത് ഫ്ലാറ്റ് ആയിട്ട് നെഗറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കുകയും ചെയ്തു. കൂടാതെ US-ലെ ഡോ ജോൺസ് ഫ്യൂച്ചറും നെഗറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 4%-നടുത്ത് നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് 0.5%-ലേറെ നേട്ടത്തോടുകൂടിയും ജർമ്മൻ മാർക്കറ്റിന് ഫ്ലാറ്റ് ആയിട്ട് പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടി ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായി. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിലും എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 0.25%-നടുത്ത് നഷ്ടത്തോടുകൂടിയും അതേസമയം കൊറിയൻ മാർക്കറ്റ് സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടുമാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ എണ്ണ
എണ്ണയുടെ വിലയിൽ 4% ഉയർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻപ് നമ്മൾ കണ്ട കാരണങ്ങൾ മൂലം ബ്രന്റ് ക്രൂഡിന്റെ വില $83.63 ക്രൂഡ് ഓയിലിന്റെ വില $78.19 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. അതേസമയം എണ്ണയുടെ വിലയിലുണ്ടായ വർധനവിനെ തുടർന്ന് ഗോൾഡിന്റെ വിലയിൽ നേരിയ ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. $4224.20 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. മാക്സ് പെയിൻ 24,550 എന്ന ലെവലിൽ നിന്നും 24,600 എന്ന ലെവലിലേക്ക് എത്തിച്ചേർന്നു. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, F&O വിഭാഗത്തില് മാക്സ് പെയിൻ തിയറി പ്രകാരം നിഫ്റ്റിയുടെ എക്സ്പയറി ഏകദേശം ഏത് ലെവലിലായിരിക്കുമെന്നാണ് മാക്സ് പെയിൻ സൂചിപ്പിക്കുന്നത്. ഇത് കോൺക്രീറ്റ് അല്ല, കാരണം നിലവിലെ ഓപ്ഷൻ റൈറ്റേഴ്സിന്റെ ഡേറ്റകൾ പ്രകാരമാണ് ഇത് സൂചിപ്പിക്കുന്നതും. മാർക്കറ്റ് മാറുന്നതിനനുസരിച്ച് മാക്സ് പെയിനും മാറി മറിയാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം ഇന്നലത്തോടുകൂടി നിഫ്റ്റിയുടെ PCR 0.92 എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നലെയും കൺസോളിഡേഷൻ ആണ് തുടർന്നതെങ്കിലും നിഫ്റ്റിക്ക് അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും ട്രേഡിംഗ് അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി. കൂടാതെ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും ഇടയിലുള്ള ഇൻഡിസിഷനെ സൂചിപ്പിച്ചുകൊണ്ട് ഡോജി കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ദൃശ്യമാകുന്നതും. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,700 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. അതേസമയം പുട്ട് സൈഡിലേക്ക് 24,600 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. നിയോലാൻഡ് ലാബ്സ് HDFC മ്യൂച്വൽ ഫണ്ട് 64,547 ഷെയർസ് അഥവാ 0.5% സ്റ്റേക്ക് 21,585 രൂപ പെർ ഷെയർ എന്ന നിലയിൽ 139.32 കോടി രൂപയ്ക്ക് ബൈ നടത്തി. ഓറിയന്റ് ഇലക്ട്രിക് നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് 25 ലക്ഷം ഷെയർസ് അഥവാ 1.17% സ്റ്റേക്ക് 178 രൂപ പെർ ഷെയർ എന്ന നിലയിൽ 45 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. GMR എയർപോർട്സ് ടിം ഗോവ എയർപോർട്സ് അഡ്വർടൈസ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% വരുന്ന സ്റ്റേക്ക് 16.6 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്യുവാനായിട്ട് കമ്പനി പദ്ധതിയിടുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ITC ഹോട്ടൽസ് കമ്പനി തങ്ങളുടെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ നിലവിൽ 150 ഹോട്ടലുകളിലായി ഏകദേശം 14,200 റൂമുകൾ കമ്പനിക്കുണ്ട്. കൂടാതെ ഈ അടുത്തിടെയായിട്ട് 29 പുതിയ ഹോട്ടലുകൾ കമ്പനി ആടുകൂടി ചെയ്തിട്ടുണ്ട്. 8,000 മുറികൾ വരുന്ന 78 ഹോട്ടലുകളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആയതിനാൽ തന്നെ അടുത്ത 5 വർഷത്തിനുള്ളിൽ, അതായത് 2031 ഹോട്ടലുകളുടെ എണ്ണം 250ലേക്ക് വർദ്ധിപ്പിക്കുവാനായിട്ട് കമ്പനി പദ്ധതിയിടുന്നു എന്നുള്ള റിപ്പോർട്ട്സും പങ്കുവച്ചിട്ടുണ്ട്. പരാഗ് മിൽക്ക് ഫുഡ്സ് 105 കോടി രൂപയുടെ നിക്ഷേപത്തോടെ പ്രതിദിന ചീസ് ഉൽപാദന ശേഷി 60 മെട്രിക് ടണ്ണിൽ നിന്ന് 120 മെട്രിക് ടണ്ണായി ഇരട്ടിയാക്കുന്നതിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. ഗ്ലോബസ് സ്പിരിറ്റ്സ് 200 കോടി രൂപയുടെ ധനസമാഹരണാർത്ഥം 840 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഇന്നലെ മുതൽ കമ്പനി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് ആരംഭിച്ചിട്ടുണ്ട്. ലുപ്പിൻ പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. നെറ്റ് പ്രോഫിറ്റിൽ 16%, റവന്യൂവിൽ 32% വർധനവ് രേഖപ്പെടുത്തി. PG ഇലക്ട്രോപ്ലാസ്റ്റ് നെറ്റ് പ്രോഫിറ്റില് 13.8%, റവന്യൂവില് 35.2% വർധനവ് രേഖപ്പെടുത്തി. വിക്രം സോളാർ നെറ്റ് പ്രോഫിറ്റില് 85% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 38% വർധനവും രേഖപ്പെടുത്തി. സൊനാറ്റ സോഫ്റ്റ്വെയർ നെറ്റ് പ്രോഫിറ്റില് 17.2% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 29.3% വർധനവും രേഖപ്പെടുത്തി. ഫിനോലെക്സ് ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റില് 16.7% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 15.3% ഇടിവും റിപ്പോർട്ട് ചെയ്തു. സീമെൻസ് എനർജി നെറ്റ് പ്രോഫിറ്റില് 67.8%, റവന്യൂവില് 39.3% ഉയർച്ച രേഖപ്പെടുത്തി.